Hello friends, I am Sini. Welcome to Sini's Green World. ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. അപ്പം അത് ആരാണ് കൃഷി ചെയ്യുന്നത്? നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന അമ്പലപ്പാറ പഞ്ചായത്തിൽ കടമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന രാമേന്ദ്രേട്ടൻ്റെ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും എത്ര തൈകൾ ഇതിൻ്റെ എല്ലാ കൃഷി കാര്യങ്ങളെല്ലാം നമുക്ക് രാമേന്ദ്രേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ രാമേന്ദ്രേട്ടനാണ്. രാമേന്ദ്രേട്ടന് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാമേന്ദ്രേട്ടനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും രാമേന്ദ്രനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പോൾ രാമേന്ദ്രേട്ട, എങ്ങനെയാണ് ഈ കൃഷി ഇത് തുടങ്ങാനായിട്ടുള്ള കാരണം? എത്ര വർഷങ്ങൾ? അതെ, കൃഷിഭവനിൽ നിന്നുള്ള നല്ല സപ്പോർട്ടാണ് അല്ലേ? അവിടെ നിന്ന് കുറച്ച് തൈ കിട്ടി. പക്ഷെ അന്നേരത്തെ എന്താന്ന് അറിയില്ല. പിന്നെ അങ്ങനെ നോക്കുമ്പോ പല സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. 2 സ്ഥലത്ത്, മലപ്പുറത്തും പിന്നെ അട്ടപ്പാടി. രണ്ട് സ്ഥലവും ഫാം ഞാൻ നോക്കി. എനിക്ക് അട്ടപ്പാടി എന്നാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അവിടെ ഒരു 150 തൈ ആദ്യം കൊടുന്നു. അവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൃഷി തുടങ്ങിയത്. അവിടെയാണ് ആദ്യം വെച്ചത്. ഓക്കെ ഓക്കെ. പിന്നെ ഇതിപ്പോ എത്ര വർഷമായി ഇവിടെ തുടങ്ങി? 3 വർഷം കഴിഞ്ഞു. ഈ പോർഷൻ 1 വർഷമായിട്ടുള്ളൂ. 1 വർഷം ആവണോ? ഇത് 2 വർഷം. 2 വർഷം അല്ലേ? അതിനപ്പുറം അട്ടപ്പാടി നിന്നാണ് ഓക്കെ ഓക്കെ. അപ്പൊ അന്ന് രാമേന്ദ്രേട്ടൻ ഒരു തൈക്ക് എത്ര കൊടുത്തിട്ടാ വാങ്ങിച്ചത്? അന്ന് 160-170 റുപ്യക്ക് കിട്ടി. 200 പറഞ്ഞു. എന്ന് വെച്ചാല് ഒരു സ്ലാബില് നമ്മൾ 4 എണ്ണം അതുപോലെ തൈകൾ. അപ്പൊ നല്ല വിലയായില്ലേ അന്ന്? പിന്നെ ഇപ്പോഴും ഒരു നല്ല വിലക്ക് തന്നെ കൊടുക്കുന്ന. അതെ, ഇന്നിപ്പോ രാമേന്ദ്രേട്ടൻ അവിടെ കുറച്ച് തൈകൾ വിൽക്കാൻ വെച്ചിട്ടില്ല. അത് എത്രയൊക്കെയാ കൊടുക്കുന്നത്? 50 രൂപ കൊടുക്കും. 50 രൂപയ്ക്ക് കൊടുക്കുന്നത്. എന്തിനാ വില കുറച്ച് കൊടുക്കുന്നത്? കൃഷിക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ. നല്ല മനസ്സ് കണ്ടോ? രാമേന്ദ്രേട്ടൻ വാങ്ങിച്ചത് നല്ല വില കൊടുത്തത്. പക്ഷെ 50 രൂപയ്ക്ക് ഇപ്പൊ എത്ര വർഷം? 3 വർഷം ത്തിന് ശേഷം വില കുറച്ചാ കൊടുക്കണത്. അപ്പൊ അതാണ് ഒരു നല്ല കൃഷിക്കാരന്റെ മനസ്സെന്ന് പറയണത് അല്ലെ? കൃഷി മറ്റുള്ളവരിലേക്ക് വ്യാപിക്കണം അല്ലെ? ഒരു ബിസിനസ് ആയിട്ട് നമ്മൾ എടുക്കരുത് ഒരിക്കലും. അതൊന്നും എന്തായാലും നന്നായി. എനിക്ക് കുറച്ച് തൈ വേണം കേട്ടോ. പിന്നെ ഇനി ഇത് നമ്മളെ നട്ടിട്ട് ഇതിനെ നടുന്ന രീതി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ആദ്യം പോസ്റ്റ് എന്തായാലും വേണം. കോൺക്രീറ്റ് പോസ്റ്റ് അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണം. ഇതിൽ 4 കമ്പിയിട്ട് റിങ് ഇട്ടിട്ടാണ് ഈ പോസ്റ്റ് ഉണ്ടാക്കിയത്. നമ്മളിവിടെ ഉണ്ടാക്കുമ്പോ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കാന്ന് പറഞ്ഞ് ഹോള് നമ്മൾ ഉണ്ടാക്കിയതാണല്ലേ? ഓ, വാങ്ങുന്നതിനേക്കാൾ ലാഭം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ലാഭം ചിലപ്പോ ഉണ്ടാവില്ല, ക്വാളിറ്റി പറയുന്ന 25 വർഷം ലൈഫ് ഉണ്ടെന്നാ പറയുന്നത് ചെടിക്ക്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണം. ഇതിപ്പോ 7 അടിയാണ്. കുറച്ചും കൂടി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാ കുറച്ചും കൂടി താഴത്തോട്ട് ഇടുക. അപ്പൊ ലോഡ് വന്നപ്പോ ഉണ്ട്, വെയിറ്റ് ആയപ്പോ ചെരി ഉണ്ട്. അതുകൊണ്ട് അപ്പൊ സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു. ചെരിയുന്നുണ്ടല്ലേ? നല്ല ലോഡ് വരുമല്ലോ. ഇതിപ്പോ 2 വർഷമായി തന്നെ ഇത്ര. അപ്പൊ ഒരു 5-10 വർഷമൊക്കെ ആകുമ്പോഴേക്കും കുറെ നമ്മൾ വെട്ടിക്കളയും. എന്നാലും വെയിറ്റ് ആവും, ബുദ്ധിമുട്ടാവും. അതെ അതെ, നല്ല എന്താ പറയാ, ശരിയാണ്. ഓരോ തണ്ടിലും നല്ല വെയിറ്റ് അല്ലേ? നല്ല വെയിറ്റ്. വെള്ളല്ലേ? അതെ അതെ അതെ. പിന്നെ ഞാൻ 8 അടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് 8 അടി അകലം, അങ്ങോട്ടും സെയിം. അപ്പൊ കുറച്ചും കൂടി ഡിഫറൻസ് വരുത്താന്നൊക്കെ വേണം. 10 അടി വെക്കായിരുന്നു. ഈ ലൈൻ 8 ആക്കുക, ഇങ്ങനത്തോട് ഈ ഗ്യാപ്പ് 10 ആക്കുക. അപ്പൊ നമുക്ക് നടക്കാൻ കുറച്ചും കൂടി സ്ഥലം. മറ്റേത് കണ്ടോ കൂടി തുടങ്ങി. പിന്നെ നമുക്ക് നടക്കാൻ കഴിയാത്തൊരു മുള്ളാണല്ലേ? നമ്മളെ സൂക്ഷിച്ചു എല്ലായിടത്തും മുള്ള ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്തോരം മണ്ണിന്റെ അടിയിലേക്ക് താഴ്ത്തണം? ഇപ്പൊ ഇതൊക്കെ 1 അടിയോളം താഴ്ത്തിട്ട് പിന്നെ ഒരു 1/2 അടി മണ്ണ് കയറ്റിയിട്ടും ഉണ്ടാവും. അപ്പൊ 1.5 അടിയോളായി. ബാക്കിയുള്ള ഇതിലിപ്പോ കാണുന്നതുകൊണ്ട് 5.5 അടി ആയിട്ട് കാണാണ്ടാവും. 5.5 അടി. ഇത് മോളി വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് മറിയുവാണ്. അപ്പോഴാണ് കായ ഉണ്ടാവുന്നത് അല്ലേ? ഒരിക്കലും നേരെ അങ്ങോട്ട് പോയിപ്പോ നമ്മൾ ചിലരൊക്കെ മരത്തേലൊക്കെ കയറ്റിവിടും. എളുപ്പം ഇങ്ങനെ മരത്തേല ചീമക്കൊന്ന അങ്ങനെയൊക്കെ കയറ്റി വിട്ടിട്ട്, പക്ഷെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല പോലെ സൺലൈറ്റ് വേണം അല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേനൽക്കാലത്ത് നനയ്ക്കാനുള്ള പ്ലാൻ ചെയ്തല്ലോ. പിന്നെ മഴ കിട്ടി. പക്ഷെ നനയ്ക്കുവാണേലും ഒരു 15 ദിവസമൊക്കെ കുടുംബത്തെ പ്രാവശ്യം ചെറുതായിട്ട് കൊടുത്താൽ നനച്ചാൽ നല്ലതാ.
അപ്പൊ ഞാൻ ട്രിപ്പ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ശരി. പക്ഷെ നമുക്ക് ഈ വർഷം നല്ല വേനക്കായിരുന്നല്ലോ, അപ്പൊ എന്നിട്ട് പോലും ഇതിന് ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചിട്ടില്ല. അപ്പൊ മരുഭൂമിയിൽ വളരുന്ന കാക്ടസ് ആണല്ലോ ഇത്, ശരിക്കും കള്ളിമുള്ളി ചെടിയാണ്. ചിലപ്പോ അതിന്റെ അതുകൊണ്ടായിരിക്കും. അതെ അതെ, ഇതിന്റെ അപ്പൊ വെള്ളമില്ലാത്ത കാലാവസ്ഥയിലും സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ വളങ്ങളുടെ രീതി? കോഴിവളം തന്നെയാണ്. പിന്നെ മസൂരി ഫോസ് അല്ല രാജ്ഫോസോ മസൂരി ഫോസോ ഏതെങ്കിലും, പിന്നെ എല്ലുപൊടി കുറച്ചൊക്കെ ഇട്ടിട്ട് ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നീടൊന്നും ചെയ്തിട്ടില്ല. പിന്നീടൊക്കെ ഇതന്നെ. ഇത് വെക്കുന്ന സമയത്ത് നല്ലപോലെ വളം ചേർത്തിട്ട് നമ്മളിത് വെക്കുന്നത് അല്ലേ? അങ്ങനെയാണ്. പിന്നെ അപ്പം പെട്ടെന്ന് വളർന്നു കിട്ടുമല്ലോ. ഇതാ 1 വർഷം കൊണ്ട് തന്നെ മേലെ കയറി. എത്ര വർഷം കൊണ്ട് ഇത് പൂവുണ്ടാവും? അല്ല എത്ര മാസം, വർഷം വേണ്ടല്ലേ? 1 വർഷത്തിന്റെ ഉള്ളിൽ ഇതിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇത് കിടക്കും ഒരു 6-7 മാസം 8 മാസം ഒക്കെ അല്ലേ, നന്നായിട്ട് നോക്കുകയാണെങ്കിൽ. ഇപ്പൊ വെച്ചാല് അടുത്ത ഈ സമയമ്പളേക്ക് എന്തായാലും ഇറക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. തമിഴ്നാട്ടിലേക്ക് ഇവിടെ കോഴി നോക്കാൻ വരുന്ന ആള് നായനൊക്കെ കൊണ്ടിട്ട് വീടിയിട്ടുണ്ട്. അവിടെയൊക്കെ തമിഴ്നാട് നല്ല കാലാവസ്ഥയായിരിക്കും, വെയില് നേരെ നോക്കും ചെയ്യും. അതെ അതെ. ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ഉറുമ്പ് ഇങ്ങോട്ടൊന്നും കിടക്കാൻ പറ്റുമല്ലോ. ഒന്നുള്ളിലേക്ക് പോയാലോ? ഇതൊക്കെ 20 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. 20 ദിവസം ആയിട്ടില്ല, 15 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. പൂവുണ്ടായി ഈ കായൊക്കെ. ഇതൊരു 10-15 ദിവസം കൊണ്ട് പഴവും. ഓക്കെ. യഥാർത്ഥത്തിലുണ്ടല്ലോ ഒരു പൂ 7-8 മാസം ഒക്കെ, 1 വർഷത്തിനുള്ളിൽ എന്തായാലും പൂ വിരിയും. പൂ വിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് കാര്യങ്ങള്? ഈ പൂ എത്ര ദിവസം? 30ാമത്തെ ദിവസം പഴം. അതെ. ഈ പൂ രാത്രിയിലെ പകല വിരിയാ? പകല് 7-8 മണിക്കുള്ളിൽ വിരിഞ്ഞിരിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അത് ഇതായി പോവോ? കൂടും. പിന്നെ ഇത് എപ്പോഴാ കായാവണെങ്കിൽ? കായ ഇത് കൊഴിഞ്ഞു പോകുമ്പോ ഇത് കായായി. ഇതിലിപ്പോ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിലാ വണ്ട് അല്ലെങ്കിൽ തേനീച്ചയൊക്കെ വന്നത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ കാലാവസ്ഥയുടെ ഒരു അല്ല, ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല മഴക്കാലത്ത്. മഴയുടെ ഒരു നമ്മള് ഇതൊന്നും ചെയ്യുന്നില്ല. തനിയെ അപ്പൊ പൂ വിരിഞ്ഞ് കായായി 30ാമത്തെ ദിവസം കറക്റ്റ് വിളവെടുക്കാൻ. 30ാമത്തെ ദിവസം അതെ, അതിന് കണക്ക്. ഇതാണോ ഇതില് രണ്ട് പോകുന്ന മുന്നിൽ തന്നെയാണ്. ഓക്കെ. ഇതാണ് വിരി. ചെറുതാണ്. ഓക്കെ. ഇതൊന്നും അവര് പൊടി ഇതിൽ വീഴുന്നതാണ്. ഇതിലൊക്കെ കായായി. ഇതില് 2-3 സെക്ഷൻ കണ്ടു. കായ അറുത്തതുണ്ട്. ഇപ്പൊ അതൊക്കെ അറുത്തതാ. ഇനി അറക്കാറാവണത് അതാ പൂവായി അടുത്ത് വരുന്നു. വീണ്ടും ചെറുത് വരുന്നുണ്ടാവും. തേനീച്ചതാ അതിനകത്തൊക്കെ തേനീച്ചയുണ്ട്. കണ്ട പരാഗണം നടത്താനായിട്ട് തേനീച്ചകള്, വണ്ടുകള് ഒക്കെ നിറയെ. മറ്റേ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഇതിലൊരു തേനീച്ചകൂടുണ്ടോ? ഉണ്ടായിരുന്നു. അപ്പം സൗകര്യം എല്ലാവർക്കും വിചാരിച്ചിട്ടുണ്ട്. അതെയോ? ശരിയാ. തേനീച്ച കൃഷിയും കൂടി വളർത്തുന്ന രീതിയിലല്ലേ? ഓക്കെ. ഇവിടെ ഇപ്പൊ എല്ലാം ഇവിടെ ഒരു വെറൈറ്റി ഒരെണ്ണേ ഉള്ളൂ. ഇതിന്റെ കായുടെ ഉൾവശം എന്ത് കളറാണ്? ചുമപ്പ്. അതാണ് ഏറ്റവും ടേസ്റ്റ് ആയതും അതാണ് നല്ലത്. കമേഴ്ഷ്യൽ ആയിട്ടും കൊടുക്കുന്നത് അതല്ലേ? അതുകൊണ്ടാണ് ഞാൻ അത് മാത്രമാക്കിയത്. വെറുതെ മഞ്ഞയുണ്ട്, പിന്നെ ഉള്ളില് വെള്ളയുണ്ട്. മഞ്ഞക്ക് പറയുന്നേക്കുന്നത് 60 ദിവസം സമയം എടുക്കും. നമുക്കൊരു ബിസിനസ് രീതിയിലേക്ക് നോക്കുമ്പോ നമുക്കത് നഷ്ടമാണല്ലേ? ഇത് നമുക്ക് കറക്റ്റ് 30ാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാം. എഴുതി വെക്കാം ഇത്ര ദിവസം മുതൽക്ക്. ഇതില് നോക്കൂ, അതിലൊക്കെ എത്ര അത് നന്നായിട്ടുണ്ടല്ലേ? നിറയെ പൂണ്ട്, നിറയെ കായ്ച്ചിട്ടുണ്ട്. പക്ഷെ അതില് എല്ലാം ഒന്നും നിർത്തില്ല. ഒരു തണ്ടില് 2 അങ്ങനെയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? നമ്മൾ ബാക്കിയെല്ലാം ഒടിച്ചു കളയണം. അത് തനിയെ പോണുണ്ട്. പക്ഷെ അതിലൊക്കെ ഇപ്പൊ അധികം ഓരം തന്നെ ഉള്ളൂ. അതിലൊക്കെ അതേപോലെ പൂണ്ടുണ്ടോ? അതൊക്കെ 3ാമത്തേനെ. അതെ അതെ. ഈ ലൈനില് ഇതിന്റെ പകുതിയൊക്കെ ഉള്ളവരുണ്ട്. ബാക്കിയൊക്കെ മുന്നത്തുള്ളതാ. നമ്മളെ ചതിച്ചും തോന്നും. മഴ ചെറുതായിട്ട് തുള്ളി തുടങ്ങി. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഒത്തിരി പേര് കുറെ സ്ഥലങ്ങളൊക്കെ നമ്മള് റബ്ബറും അങ്ങനത്തെ വെട്ടിക്കളഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. പണിക്കാളെ കിട്ടാത്തതും വിലയുടെ ഒരു പ്രശ്നവും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആദായം കിട്ടില്ലേ? ആള് വേണ്ടല്ലോ. അതെ, ഇത് പെട്ടെന്ന് ആദായം കിട്ടും.
രാമേന്ദ്രേട്ടന് ഇത് നമ്മുടെ ഒറ്റപ്പാലത്ത് എവിടെയാ കൊടുക്കണത്? വല്ല സ്പെഷ്യൽ ആയിട്ട് ആൾക്കാരെ അവരൊക്കെ കൊടുക്കുന്നത് നമ്മുടെ റോയൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക്? അല്ല, ഫ്രൂട്ട്സ് ഹോൾസെയിൽ ഫ്രൂട്ട്സ് ഷോപ്പ് അല്ലേ അവരുടെ? അവര് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാതെ നമ്മൾ പറിച്ചു കൊടുക്കും. തൂക്കിയിട്ട് പോകും. ഇതിപ്പോ ഈ തോട്ടത്തിൽ എത്ര ഏക്കർ വില വരും? ഒരേക്കർ ഉള്ളിലുണ്ട്. അപ്പൊ എത്ര തൈകൾ ഉണ്ടാവും? 800 തൈകളുണ്ട്. ഓ ശരി. അപ്പൊ നല്ലൊരു ഇതാണ് കേട്ടോ, നല്ലൊരു. ഇനി ഞാൻ അല്ല, ഇനിയും വെക്കാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല. എല്ലാം കൂടി മുട്ട എത്തണില്ല. അവിടെ കുറച്ചൊക്കെ മറ്റേ റംബൂട്ടാനും മറ്റൊരു വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇതിലൊന്നും ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾക്കൊന്നും സമയമില്ല, അവരൊന്നും ഇതിന് നിൽക്കില്ല. ഒരു മകനാണുള്ളത്, അവൻ ജോലി സംബന്ധമായിട്ട് അവൻ ഗൾഫിലാണ്. അവന്റെ വൈഫും അവിടെ കുട്ടിയും. നല്ല ഭംഗിയുള്ള ഒരു ഈ അമ്പലപ്പാറ നമ്മുടെ പഞ്ചായത്തില് പിന്നെ ആർക്കെങ്കിലും രാമേന്ദ്രേട്ടനെ കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുണ്ടോ? കൃഷിയായിട്ടില്ല. ഇല്ല, പേരിനൊന്ന് രണ്ടെന്നുള്ള ഇങ്ങനെ ഒരു രീതിയിലില്ല അല്ലേ? ഓക്കെ. ഇത് നമ്മളങ്ങനെ പറഞ്ഞ പോലെ ഇറങ്ങി. ഇത് എന്റെ അടുത്ത് ശരിക്കും അവരെന്നെ പറഞ്ഞ യൂട്യൂബിൽ ചെക്ക് ചെയ്തതൊക്കെ അവിടെ എന്തൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാന്ന് പറഞ്ഞിട്ടല്ലേ? അങ്ങനെ പിന്നെ അതുപോലെ അങ്ങോട്ട് കൂടിയത്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് പൈസ ഇറക്കിയാലും. ഇപ്പൊ നമ്മള് ഇന്നത്തെ നിലയ്ക്ക് എനിക്ക് ഒരു 1000 രൂപയുടെ മുകളിൽ ചെലവ് വരില്ല ഒരു പോസ്റ്റ് വെച്ച് തൈ വാങ്ങിച്ച് നട്ട് ഒക്കെ റെഡി ആയിട്ട് വരുന്ന ഒരു 1000 രൂപയുടെ ചെലവ് വരും. അപ്പൊ ഒരു 10 എന്താ പറയാ, ഒരു 10 തൈ വെക്കണമെങ്കിൽ 10,000 രൂപ. 10 കാല് 40 എണ്ണം വരില്ല, ഓരോത്തിൽ 4 എണ്ണം വെക്കാലോ. 4 സൈഡിലും അങ്ങനെ വെച്ച് കൊടുക്കാം അല്ലെ? നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടും. ഓരോ തണ്ടന്നെ മേലോട്ട്. പിന്നെ ഇങ്ങനെ കൂടുതൽ കനം കൂടി കഴിയുമ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ തണ്ടുകൾ വെറുതെ മുറിച്ചു കളയോ? ഉള്ളിലുള്ളൊക്കെ മുറിക്കും. ഉള്ളിലത്തെ മുറിക്കും. ഇതൊക്കെ ഇപ്പൊ മുറിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇതിനകത്ത് കായ ഉണ്ടായതാണോ? കഴിഞ്ഞ വർഷം കായ ഉണ്ടായതാണല്ലേ? ഉള്ളിനത് കുറച്ച് മുറിച്ച് മാറ്റണം അല്ലെ, തിക്നെസ് ഇത്തിരി കുറയാനായിട്ട്. കാരണം ഇതിന് താങ്ങാനായിട്ട് പറ്റുന്നില്ല. ഉള്ളിലേക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത രീതി. പക്ഷെ മെയിൻ്റെനൻസ് നല്ലപോലെ ഉണ്ടല്ലേ? അല്പം നന്നായിട്ട് മീൻസ് സമയാസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകണം അല്ലെ? മുറിച്ചു കളഞ്ഞാല് ഈ മുള്ളായതുകൊണ്ട് നമുക്ക് തൊടാനും ഒക്കെ ഒരു ഇത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാൻ? എന്നാലും തുണി കൂട്ടി പിടിക്കുക? അത് നേരിട്ട് ഇങ്ങനെ തന്നെ പിടിക്കുക ചെയ്യുന്നത് അല്ലേ? അതിന്റെ ഉള്ളിലൊക്കെ കമ്പി കെട്ടി വെച്ചിരിക്കുക. അത് ആദ്യം തന്നെ കെട്ടി വെച്ചപ്പോ ഇപ്പൊ കുഴപ്പമില്ല. ഈ വർഷം കൂടി കഴിഞ്ഞാൽ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്തിനാ കമ്പി കെട്ടി വെച്ചിരിക്കുന്നത്? സപ്പോർട്ടിനാണ്. നല്ല കമ്പിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോഴേ അവര് കാലുറപ്പിക്കുന്നത് കല്ലിട്ടിട്ടാ ഉറപ്പിക്കുന്നത്. കല്ലിട്ടിട്ട് 2 അടി താഴ്ചയിലാക്കിയിട്ട് കല്ലിട്ട് ഉറപ്പിച്ചു. അപ്പൊ അവര് പറയണത് കാല് പിന്നെ അനങ്ങത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരുന്നു. അപ്പൊ ആളുകൾ ഇങ്ങനെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ഇത് വെക്കുന്ന സമയത്ത് പിന്നെ വേഗം അത് തന്നെയല്ല, അന്നൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് 3 വർഷം മുഴുമ്പോ ഇപ്പൊ കുറച്ച് വ്യത്യാസം വന്നല്ലോ. 2017 കൃഷി വന്നു അല്ലെ? അല്ല, അന്നും ആൾക്കാർ അങ്ങനെ ചീണിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഈ കല്ല് സംഘടിപ്പിക്കുക, ഇതിപ്പോ വെച്ച കാലകായ വേഗം കുഴിച്ചിടാ, അങ്ങനെ പിന്നെ ചിന്തിക്കുക. പിന്നെ ഇത് പൂവൊക്കെ നമ്മളൊരു ഫ്രൂട്ട് പറിച്ചാൽ അത് എത്ര ദിവസമൊക്കെ കേടുകൂടാതെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടല്ലോ? പുറത്ത് തന്നെ ഇരുന്നോളൂ, ഡാമേജ് ഇല്ലാണ്ട് പറിച്ച ഒരാഴ്ച കൂടുതലൊക്കെ ഇരിക്കുക. 10-20 ദിവസമൊക്കെ ഇരിക്കുക. ഒരാഴ്ചയൊക്കെ സുഖമായിട്ടിരുന്നോളൂ അല്ലേ? ഒന്നും വെക്കണ്ട. ഓക്കെ. എനിവേ എന്തായാലും നല്ല ഇതിന്റെ പൂക്കൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ? പിന്നെ ഇനി ഫ്രൂട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? കാണാൻ പറ്റില്ലല്ലോ. അതെ, അന്ന് വിളിച്ചു. അതെ, എല്ലാം തീർന്നു ഫ്രൂട്ട്സിന്റെ. ഇനി ഒരു 30 ദിവസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും 30 ദിവസമല്ല, ഇതൊരു 10-15 ദിവസം ഇത് പഴ പോയി. ഇതാണ് 30 ദിവസം. ഇത് 30 ദിവസം പഴം തന്നെ. 15 ദിവസം കഴിയുമ്പോ ആവാനുള്ള നിറയെ കായകളുണ്ട്. എനിക്ക് തോന്നുന്നു 1000-ഓളം ഫ്രൂട്ട് പറിക്കാനുണ്ടല്ലേ? 15-20 ദിവസത്തിനുള്ളിൽ കഴിയുമ്പോഴത്തേക്കും. ഓക്കെ. ഇതിലിപ്പോ നോക്കിയോളൂ, ഏകദേശം ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോ ഒരു 500 എണ്ണെങ്കിലും ഉണ്ടാവും അടുത്ത ഒരു 30 ദിവസം. പിന്നെ
അതിന്റെ അടുത്ത് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പൊ ഡിസംബർ വരേക്കും ഇത് ഓൾ സീസൺ ആണോ? ഇല്ലേ, ഡിസംബർ വരെ, ഏപ്രിൽ ടു ഡിസംബർ അങ്ങനെയാണ് അതിന്റെ ടൈം അല്ലേ? ഡിസംബറിൽ ലാസ്റ്റാ. പിന്നെ ഉണ്ടായിട്ടില്ല അവിടെ. പിന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇവരെ ശുശ്രൂഷിച്ച് ഇങ്ങനെ വേറെ ശുശ്രൂഷ പിന്നെ അതിൽ ശ്രദ്ധിക്കുന്നില്ല. തിരിച്ചു നോക്കുന്നില്ല. പിന്നെ വളം ഇടലും. പിന്നെ വേനൽക്കാലത്ത് പിന്നെ ഒരു കായ ഒരു ഫ്രൂട്ട് എത്ര 1/2 കിലോ ആവറേജ് ഉണ്ടാവും. 500 മുകളിൽ എന്തായാലും അല്ലെ? മുകളില് അപൂർവമാണ്. ഓക്കെ, 1-2 ഒക്കെ ഉണ്ടാവും. ആവറേജ് കണക്കാക്കാം. ഇതില് കുറവുണ്ടാവും. അപ്പൊ രാമേന്ദ്രൻ ഇപ്പൊ എത്ര രൂപയ്ക്ക് 1 കിലോ കൊടുക്കുന്നത്? 1 കിലോ നമുക്ക് പുറത്ത് ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ടോ? 150. ഓക്കെ, 150 രൂപ കിലോ അല്ലെ? പക്ഷെ നമ്മള് റോഡ് കൂടെ ഒക്കെ പോകുമ്പോ വൈസൈഡിൽ കൂടെ ഒക്കെ നിറച്ച് ഇരിക്കുന്ന കാണാം. പക്ഷെ അത് വാങ്ങിച്ചവരെല്ലാരും പറഞ്ഞിട്ടുണ്ടല്ലോ യാതൊരു ടേസ്റ്റും ഇല്ലാന്ന്. അതല്ല, പിന്നെ അത് ബിസിനസ് ആണല്ലോ, അവര് മൂക്കാതെ തന്നെ പറിച്ചു കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഒരു ഉള്ളിലത്തെ ഒറിജിനൽ സ്വീറ്റ്നെസ് അവർക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മൂത്ത് പറിച്ച്, അതെ, അതാണ് ഒരു വ്യത്യാസം. ഓക്കെ, ആ സമയത്ത് മാത്രം. പിന്നെ അവർക്കും നല്ല ആണല്ലോ, നല്ല സ്ട്രോങ് ആണല്ലോ അതിന്റേതൊക്കെ. ഇത് ഇവിടെ ചക്ക പോലെ ഒരു പ്രാണിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അല്ലെ? ഈസി ആയിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. മൊട്ട് സമയത്ത് അപ്പൊ അതില് റുമ്പൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ചെറിയത് വരാറുണ്ടല്ലേ? അപ്പോഴാണ് പ്രശ്നങ്ങളായിരുന്നത്. ഇത് മുറിക്കുമ്പോ തന്നെ കാണാൻ എന്ത് രസല്ലേ. അത് നല്ലൊരു ഇതിപ്പോ തമിഴന്മാര് ഇട്ടത് അവരെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായി. മലേഷ്യൻ. പിന്നെ കോഴി ഫാം ഉണ്ടല്ലേ? കോഴി ഫാം ഉള്ളതുകൊണ്ട് നിങ്ങൾക്കുള്ള വളങ്ങളൊക്കെ അതിന്റെ പ്രശ്നം വരില്ല. വളം മൊത്തത്തിൽ നേരെ ഇതിലോ തെങ്ങിലോ ആയിട്ടാണ്. അപ്പൊ 30 ദിവസം കൂടുമ്പം കോഴികളെ മാറ്റും. ഇങ്ങനെ 40 ദിവസം 40 ദിവസം നമുക്കതൊന്ന് കാണാൻ പോയാലോ? ഇപ്പൊ കോഴിയില്ല, എന്നാലും റെഡി ആയിരിക്കുക. അതെ, അടുത്ത സെക്ഷൻ വരും. ചേട്ടന്റെ ഫാമില് നമ്മൾ കണ്ടു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വലിയൊരു കൃഷിത്തോട്ടം കണ്ടു. അപ്പൊ ധാരാളം പഴങ്ങള് 30ാമത്തെ ദിവസം പറിച്ച് വലിയൊരു ഷോപ്പിലേക്ക് കൊടുക്കുന്നുണ്ട് ഒറ്റപ്പാലത്ത്. അത് തന്നെയല്ല, ഇവിടെ ധാരാളം തൈകളുണ്ട് കേട്ടോ. തൈകളും അതും രാമേന്ദ്രൻ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ? അത് കൃഷിക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആണ്. സാധാരണ നല്ല കുറച്ചും കൂടി എന്തായാലും വില കൊടുക്കാതെ നമുക്ക് ഇതുപോലെ തൈകൾ കിട്ടില്ല. നല്ല വലിപ്പമുള്ള തൈകളാണ്. അപ്പം 2-3 തട്ടുകളായിട്ടുണ്ട്. അപ്പൊ എല്ലാവരിലേക്കും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വ്യാപിക്കട്ടെ എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ലേ? അതെ, അങ്ങനെ ഉദ്ദേശത്തോട് കൂടി മാത്രമാണ് ഇത് എല്ലാം സെയിലിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആവശ്യക്കാർക്ക് രാമേന്ദ്രനെ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. കടമ്പൂരില്ലേ ഈ സ്ഥലം? കടമ്പൂർ, അമ്പലപ്പാറ കടമ്പൂർ അല്ലേ? ഓക്കെ. ഇതിപ്പോ നമ്മള് വെച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിയുമ്പോൾ അതിന്റെ വേരൊക്കെ പിടിക്കുന്നത്? ഡയറക്റ്റ് ഒന്നും പോകുന്നില്ല. ഇതുകൊണ്ടോ നമ്മുടെ ഞാറില്ലേ, ഞാറ് 2-3 ദിവസം കൊണ്ട് തെളിയില്ലേ, അതേപോലെയുള്ള വേര, അത്രയും വേരുണ്ട്. പിന്നെ നേരെ ഒട്ടും വളം ഇല്ലാത്തോട്ടാ. അപ്പൊ കുറച്ച് വളമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ സംഭവം മേലോട്ട് കയറും. ഇത് വെക്കാൻ പറ്റിയ സമയം മഴക്കാലമാണല്ലേ? ഈ സമയത്തല്ലേ ഇത് വെക്കണത്? വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് 8 മാസമൊക്കെ നന്നായിട്ട് നമ്മള് ഈ സമയമാകുമ്പോഴേക്ക് എന്തായാലും പഴവും. അതെ. അപ്പൊ ആവശ്യക്കാർക്കൊക്കെ വാങ്ങിക്കാം. ധാരാളം തൈകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ സെയിലിന് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടില് ഇതുപോലെ വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ്, അതും ഇത് നല്ല വെറൈറ്റി റെഡ് അല്ലേ? ഇത് മുറിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ റെഡ് അല്ലേ? അപ്പൊ ഏറ്റവും മധുരമുള്ള, ഏറ്റവും കമേഴ്ഷ്യൽ ആയിട്ട് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണത്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിച്ച് വെച്ച് തൈകളൊക്കെ വെക്കാനായിട്ട് അല്ലേ, നമ്മുടെ ഇവിടെ തൈകൾ അവൈലബിൾ ആണ്.
വെള്ളം സ്റ്റോർ ചെയ്യാം. ജലസേചനമാണ്. ഇത് ഹൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും വെള്ളം കൊടുക്കാനായിട്ടല്ലേ? അതിലൂടെ മീൻ വളർത്താൻ പ്ലാൻ ഉണ്ടോ? മീനുകൾ നമ്മുടെ വീട്ടാവശ്യമുള്ള മീനുകളല്ലേ? ഓക്കെ. മീൻ പിടിക്കുന്ന രാമേന്ദ്രേട്ടൻ തന്നെയാണോ? അതെയോ? പണിതോ? പരമാവധി പറ്റുന്നതൊക്കെ തന്നെ ചെയ്യും അല്ലെ? പറമ്പിലാണേലും. അതെയോ? ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പരിപാടികളൊക്കെ. ഇതൊക്കെ കുഴിച്ച് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതെ, പ്ലംബിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതികൾ നമ്മളെ പറമ്പിൽ ചെയ്യുമ്പോൾ അത് നമുക്കൊരു എക്സസൈസും കൂടിയാണ് അല്ലെ? പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ശുദ്ധമായ വായു, ഓക്സിജൻ ഇത് ചെടികളുടെ ഇടയിലൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇഷ്ടംപോലെ പുല്ലുണ്ട്, പക്ഷെ പശുവിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ചെറിയൊരു കുഞ്ഞ് വെച്ചൂർ പശു, നാടൻ പശു, ആടുകൾ കറക്കുന്നത് പറ്റില്ല, ആടും പറ്റില്ല. അതെ. രാമേന്ദ്രേട്ടൻ പ്രവാസി അല്ലായിരുന്നോ? അല്ലേ? 33 വർഷം. 33 വർഷം എവിടെയായിരുന്നു? 1980 മുതല് ഈ കഴിഞ്ഞ ഒരു 33 വർഷത്തോളം. 33 വർഷത്തോളം അവിടെയായിരുന്നു. എവിടെയായിരുന്നു? മസ്കറ്റിൽ ഫസ്റ്റ്, പിന്നെ സൗദിയിൽ ഒരു 10 വർഷം. ശരി. അതൊന്നും ഇവിടെ നിന്ന് ആരും പോയതായിട്ട് അറിയില്ല. ഓക്കെ. അന്ന് അത്രയും വർഷം മുന്നേ വാങ്ങിച്ചിട്ടാണോ ഈ ഭൂമി? അല്ല, ഇത് മേടിച്ചിട്ട് ഒരു 16 വർഷം മുന്നേ വാങ്ങിച്ചത്. അതിനുശേഷമാണ് ഇതെല്ലാം തെങ്ങുകളൊക്കെ നമ്മൾ വെച്ചത്. ആദ്യം ഫുള്ള് റബ്ബർ വെച്ചു. പിന്നെ ഇതുവരെ ഈ ഫാമിൽ ഇതുവരെ കത്തിയില്ല. അപ്പൊ നമ്മുടെ ആള് സ്ഥലത്തില്ലായിരുന്നു. സ്ഥലത്ത് ഞങ്ങളുണ്ട്, ഇവിടെയുണ്ട്, വീട്ടിലുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ വിളിച്ചു പറയുമ്പോഴാണ് അറിയണത്. അവിടെയൊക്കെ റബ്ബറാകുമ്പോ ഫുള്ള് കാടും പുല്ലല്ലേ, പിന്നെ വട്ടാരായതല്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് പിടിച്ച ഇതുവരെ എത്തി. ഫാമിൽ നിറഞ്ഞു നിൽക്കണ കോഴിക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. ദൈവാനുഗ്രഹം അല്ലേ? അറിയ കോഴികള് ഇതുവരെ കത്തിപ്പോയി. പക്ഷേ അത് ഒരു കണക്കിന് ഭാഗ്യ. അതുകൊണ്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാൻ പറ്റിയത്. ഡ്രാഗൺ മാത്രല്ല, തെങ്ങും വാഴി ഒത്തിരി, അല്ലെങ്കിൽ റബ്ബർ മാത്രമായല്ലേ? സകല സാധനങ്ങളും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് വരാനും ഇതിനൊക്കെ തോന്നുന്നതും. മറ്റത് റബ്ബർ മാത്രമാണെങ്കിൽ പറ്റില്ല. മസ്കറ്റിലെ ജീവിതമാണോ നല്ലത്, നമ്മുടെ നാട്ടിലെ ജീവിതവും പണിയല്ലേ? ഏതാ നമുക്ക് മനസ്സിലൊരു ഉല്ലാസം? കൃഷി തന്നെയാണല്ലേ? പൈസക്ക് വേണ്ടി പോകാൻ. അതെ. ഇനി ഒരു ചാൻസ് കിട്ടിയ മസ്കറ്റിലേക്ക് പോവാതെ ഇവിടെ തന്നെ നിൽക്കുവോ? ഇനി പോവില്ല, ഇവിടെ തന്നെ. അതെ, നമ്മുടെ പ്രായം എല്ലാ കാര്യങ്ങളും റിസൈൻ ചെയ്ത് പോന്നു. ഓയിൽ ഫീൽഡിലായിരുന്നു അല്ലേ? മെക്കാനിക്കൽ ടെക്നീഷ്യൻ ആയിട്ട് എല്ലാം നല്ല രീതിയിൽ ഉള്ള നല്ലൊരു കമ്പനിയിലായിരുന്നു. ഓക്കെ. പെട്രോൾ എടുക്കുന്നതാണ് പ്രൊഡക്ഷൻ. അതെ. പക്ഷെ അതൊരു ലൈഫ്, ഇത് വേറെ ലൈഫ് അല്ലേ? അവിടെ പോയ ഈ ഒരു 8 മാസത്തില് ലീവ് ഉണ്ടാവും. 20 ദിവസം 22 ദിവസം ലീവ് കിട്ടും. ഫുള്ള് സാലറിയോട് കൂടിയിട്ട്. പക്ഷെ പോയ ഒറ്റ ദിവസം ലീവില്ല. വ്യാഴം വെള്ളിയും ലീവാണ്. പക്ഷെ അത് അമ്മ കൂട്ടിയിരിക്കും. പറയാൻ തോന്നില്ല. പക്ഷെ അത്രയും നമുക്ക് കുറച്ച് പണികൾ അങ്ങനെയാണ്. പിന്നെ ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്, സാധിക്കില്ല. അപ്പൊ എന്തായാലും ഇത്രയും മരുഭൂമിയില് നിന്നിട്ട് നമ്മുടെ പച്ചപ്പെല്ലാം വന്ന് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും എല്ലാത്തിനും ഒരു ഉന്മേഷം, സന്തോഷം. കുട്ടികളൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാനും സൗകര്യം ചെയ്ത് ഇങ്ങനെയൊക്കെ. അതെ. ഒത്തിരി. അത് തീർച്ചയായിട്ടും ഗൾഫ് നമ്മുടെ ഒത്തിരി മലയാളികളെ രക്ഷിച്ച ഒരു സ്ഥലം അല്ലേ? അല്ല, ഇവര് പഠിച്ചു വളർന്ന അവിടെയാണോ? അല്ലല്ല, പിള്ളേര് നാട്ടില്ല, ഇവര് നാട്ടിലായിരുന്നു അല്ലേ? അങ്ങനത്തെ സാഹചര്യം ഡെസേർട്ടിൽ ഇതിലല്ലേ ഈ HTSന്റെ ഒക്കെ പ്രശ്നമുള്ള സ്ഥലങ്ങളിലാണ് എടുക്കുന്ന സ്ഥലത്ത് അങ്ങനെയാണ്. അതെ. അവിടെ ആർക്കും ഫാമിലി ഇല്ല. ഫാമിലി കണ്ടീഷൻ. ഇത് 3 മാസം ലീവ് വരുന്നവരുണ്ട്, മാസത്തിൽ വരുന്നവരുണ്ട്, 6 മാസത്തിലുണ്ട്, 8 മാസം. ഞാൻ 8 ലാസ്റ്റാണ്. ശരി. അപ്പൊ കിട്ടുന്ന ദിവസത്തില് 24 മണിക്കൂറില് പകൽ സമയങ്ങളെല്ലാം കിട്ടുന്നത് മാക്സിമം നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി, പല പല കാര്യങ്ങൾ. കൂടുതൽ സമയം പറമ്പിൽ ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് രാമേന്ദ്രേട്ടന്റെ ഒരു ദിവസത്തെ കാര്യങ്ങള്. അത് ഈ പറമ്പിൽ കാണാനും ഉണ്ട് കേട്ടോ. പല കൃഷികള്, ഡ്രാഗൺ ഫ്രൂട്ട്, റബ്ബർ, തെങ്ങ്, വാഴ, ഇത് മീൻകുളം ഉണ്ടാക്കാൻ പോകുന്നു.
ഇറിഗേഷനുള്ള കുളം, ടാങ്കിന്റെ പരിപാലനം നടക്കുന്നത്, റബ്ബർ വെട്ട് തുടങ്ങിയെന്നാ പറഞ്ഞല്ലേ? ഷീറ്റായി. റബ്ബർ വെട്ടാനൊക്കെ ആള് കിട്ടുന്നുണ്ടോ? രാമേന്ദ്രേട്ടൻ തന്നെയാണ് കേട്ടോ റബ്ബറൊക്കെ വെട്ടുന്നത്. അയ്യോ, അതും ഒരു നേരം രാവിലെ എണീക്കില്ല. അത്ര നേരത്തെ ഇല്ല, 7 മണിക്ക് ശേഷം ഇപ്പൊക്കെ കുറച്ച് നേരത്തെ. അപ്പൊ എത്ര മരം ഉണ്ട് വെട്ടാനായിട്ട്? 130ഓളം വരെ ഉള്ളൂ. പകുതി വരി വെട്ടുന്നേ, ഒന്നിച്ച് വെട്ടുന്നില്ല. പകുതിയിൽ തന്നെ 15 ഷീറ്റ് കിട്ടുന്നു. 2 ഷീറ്റ് കിട്ടുന്ന. അപ്പൊ ഏത് 105? 105ന്റെ മറ്റേ അവരുടെ ചീരക്കുഴി നഴ്സറി അല്ലേ, മണ്ണാർക്കാട്. അവിടെ പോയ സമയത്ത് അവരുണ്ട് അവിടെ. ശരി. ഇനി അടുത്ത കോഴി ഫാം. ഇവിടെ കുട്ടികളെ കുറഞ്ഞത് കുറേശ്ശായിട്ട് കൂട് വലുതാക്കി ഫുള്ളാക്കും. പിന്നെ രാമേന്ദ്രേട്ടൻ ഇതിനകത്ത് എത്ര കോഴികൾ ഇടാൻ പറ്റും? ഇതിൽ 2000 കോഴി കുട്ടികളെ കൊണ്ടുവരും അല്ലേ? എത്ര പ്രായമായത്? 1 ദിവസം 2 ദിവസം അത്ര ഉണ്ടാവും. ഓ, അപ്പൊ അവർക്ക് ചൂടൊക്കെ കൊടുക്കണ്ടേ? ഇതെല്ലാം ലൈറ്റ് കത്തിക്കും? അല്ല, ഇവിടെ സെപ്പറേറ്റ് ഉണ്ട് 4. അതൊക്കെ 200ന്റെ ബൾബാണ്. അത് താഴേക്ക് ഇറക്കും? അതെ. ഓ, അപ്പൊ അവരടുത്ത് ചൂട് കിട്ടുന്ന രീതിയിലേ? അതെ. അങ്ങനെ 15 ദിവസം ഈ തകരം കണ്ടോ, അതിങ്ങനെ റൗണ്ട് ആക്കി വെക്കും. അതിനുള്ളിൽ കോഴിക്കുട്ടികൾ നിൽക്കും. അതിൽ പേപ്പർ ഇട്ടിട്ട് ന്യൂസ് പേപ്പർ ഇടും. അങ്ങനെ 15 ദിവസം അവരതിനകത്ത് നിർത്തണം? 10 ദിവസത്തോളം മതി നിർത്തുള്ളൂ. 10 ദിവസം നിർത്തില്ല. ഒരു 5 ദിവസം മുമ്പ് ഒരു ഫസ്റ്റ് ഒരു വാക്സിൻ വരും. അത് കൊടുത്താല് അത് നമ്മൾ തന്നെ കൊടുക്കണം? അല്ലല്ല, അത് അവര് വന്ന് കൊടുക്കും. എന്നിട്ട് ഈ 2 കൂടാക്കും. 4 ആക്കി ഉണ്ടാക്കും ആദ്യം, പിന്നെ 2 ആക്കും. പിന്നെ ഒരു 10 ദിവസം കൂടി കഴിയുമ്പോൾ 1 കൂടി ഉണ്ട്. അത് ആകുമ്പോ മൊത്തം ഒന്നിച്ചാക്കും. പിന്നെ കുറേശ്ശെ ഓരോ ദിവസം അങ്ങനെ കൂട്ടി പിന്നെ ഫില്ലാക്കും. പിന്നെ അങ്ങ് വിടും, ഫില്ലാക്കും. പിന്നെ വെള്ളമൊക്കെ ഓട്ടോമാറ്റിക് കിട്ടും. ഓട്ടോമാറ്റിക് ആണ്. ഈ അടിയിൽ എന്താ വിരിച്ചിരിക്കുന്നത്? ഏറ്റവും അടിയിൽ കോൺക്രീറ്റ്. ഇപ്പൊ ഈ മോളി വിരിച്ചിരിക്കുന്നത് ചകിരിച്ചോറാണല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഇതാണ് നമ്മുടെ വളം. കുമ്മായം ഉണ്ടോ? ആദ്യം കുമ്മായം ഇടും, അതിന്റെ മുകളിൽ ചകിരിച്ചോറ് ഇടും അല്ലേ? അപ്പൊ എത്ര ദിവസം കഴിയുമ്പോൾ നമ്മളിത് ഒരു സെക്ഷൻ കഴിയുമ്പോൾ നമ്മൾ എടുക്കും? ഓരോ പ്രാവശ്യം മാറ്റും. ഈ ചകിരിച്ചോറ് ഇതുപോലെ എവിടുന്ന് കിട്ടും? ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവര് കൊണ്ടുപോയി തരുവാണ്. അപ്പൊ ഒരു ലോഡ് എത്ര ലോഡ്? അങ്ങനെ ലോഡാണോ? 35-40 ചാക്ക് ഇതില് ഫുള്ള് അല്ലേ? ഒരു ചാക്കിന് 165 രൂപ. അപ്പൊ 35 ചാക്ക് നമ്മളിപ്പോ ഇതിനകത്ത് ഇട്ടു. ഇത് ഈ കോഴികളെ സെക്ഷൻ വലുതാകുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് വരുമ്പോ നമുക്ക് 35 ചാക്കല്ലല്ലോ കിട്ടുന്നത്. എത്ര ചാക്ക് കിട്ടും? ഡബിൾ കിട്ടും. കാരണം അവരുടെ ഓക്കെ വെരി ഗുഡ്. പുറത്തേക്ക് വളമൊന്നും കൊടുക്കുന്നില്ലല്ലോ? കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു അല്ലേ? ബാക്കിയൊക്കെ പിന്നെ നെല്ലുണ്ട് 2 ഏക്കറോളം. അത് ഈ ഭാഗത്തിന് ആ സൈഡിലേക്കാണ്. 2 കിലോമീറ്റർ. ഈ പ്രാവശ്യം വിതച്ചിട്ടുണ്ട്? ഇല്ല, വിതയ്ക്കാൻ വിത്തൊക്കെ വാങ്ങിച്ചു. മഴയുടെ പ്രശ്നം. മഴ കിട്ടാത്തന്നെ. അപ്പൊ ഇവര് തന്നെ വന്ന് കോഴികളെ ഇടും. നമ്മള് തീറ്റ ഇവര് തരുമോ? തീറ്റ തരും. അപ്പൊ നമ്മൾ വളർത്തി കൊടുക്കാന്നുള്ളതാണ് അല്ലേ? 45 ദിവസം ആകുമ്പോ കൊണ്ടുപോകും. 40 ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോ 38 ദിവസമൊക്കെ 35 ദിവസം ആകുമ്പോ കുറച്ച് കൊണ്ടുപോകും. പിന്നെ എന്തായാലും 40 ദിവസം ആകുമ്പോഴേക്കും 2 കിലോ 200-300 400 ഒരു കോഴി. ഇവര് പറയും നമുക്ക് എത്ര തീറ്റ കൊടുക്കണം, അങ്ങനെ എല്ലാത്തിനും അളവുണ്ട്? ഇല്ല, നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കാവോ? അവർക്ക് തീറ്റ മുടക്കാരേ ഇല്ല. എന്നുവെച്ചാൽ എപ്പോഴും അവൈലബിൾ ആണ്. അവിടെ ആവശ്യം പോലെ കൊത്തി തിന്നാം. അതെ. പിന്നെ ഈ ലൈറ്റ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഉറക്കം കുറവായിരിക്കും. എപ്പോഴും തിന്നുകൊണ്ടിരിക്കും. തിന്നലും വെള്ളവും. അപ്പൊ തടി വെക്കാനായിട്ടല്ലേ, വെയിറ്റ് കൂടാനായിട്ട്. പിന്നെ ടോണിക്കും കൊടുക്കും. വേറെ മറ്റുള്ള ഇതൊന്നും ഹോർമോണുകൾ അങ്ങനെയൊന്നുമില്ല. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ വെറുതെ പറയണാണോ സത്യത്തില്? ഇത് ഈ കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ നിയമപ്രകാരമുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. മറ്റേ ഇതൊന്നും അസുഖം പിടിക്കാണ്ടിരിക്കാനും. ഇതിനാണ് ഇവിടുത്തെ ബോഡി ഗാർഡ് അല്ലേ? അങ്ങനെ നമ്മുടെ അമ്പലപ്പാറ കടമ്പൂരിലെ രാമേന്ദ്രേട്ടൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി, മീൻ
വളർത്താനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇറിഗേഷനുള്ള ഫെസിലിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ കോഴി വളർത്തൽ, അങ്ങനെ പല പല കാര്യങ്ങളാണ് രാമേന്ദ്രേട്ടൻ്റെ കൃഷിയിടത്തിൽ നമ്മൾ കണ്ടത്. മുഴുവൻ നേരം കൃഷിയാണ്, മുഴുവൻ നേരം ഈ പറമ്പിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന രാമേന്ദ്രേട്ടൻ നമുക്കൊരു മാതൃകയാണ്. കാരണം നമ്മൾ അധ്വാനിക്കും തോറും നമുക്ക് ആരോഗ്യം കൂടുകയുള്ളൂ. 33 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കൃഷിയോട് അത്രയ്ക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് തന്നെ മനസ്സിലായി. രാമേന്ദ്രേട്ടനെ പോലെ ഇങ്ങനെ ഊർജ്ജസ്വലനായിരിക്കാനായിട്ട് നമ്മളും ഇങ്ങനെ കിട്ടുന്ന സമയമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്താണ് പാഷൻ, നമ്മുടെ ഇഷ്ടം എന്താണ്, നമുക്ക് ഫീൽഡ് പറ്റിയത് ഏതാണ്, അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ഇതുപോലെ ഊർജ്ജസ്വലരായിട്ടൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ. അങ്ങനെ രാമേന്ദ്രേട്ടൻ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. അതുപോലെ തന്നെ തൈകൾ കേട്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും വില കുറച്ച് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം 50 രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ വന്ന് വാങ്ങിക്കാം. ധാരാളം തൈകളുണ്ട്. കൃഷിക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു തൈ വിൽപ്പനയാണ് രാമേന്ദ്രേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വ്യാപിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതെയോ? ഇങ്ങോട്ട് കൊണ്ടുപോവാ നോക്കട്ടെ. എന്താണത്? അച്ചാച്ച വാങ്ങിച്ചു തന്നാണോ? ആ, അമ്മമ്മ വാങ്ങിച്ചു തന്നാ? പിള്ളേരെ കാണിക്കണ്ടേ? ഇതെന്താ കയ്യില്? കാറാ? ഓ, പേര് പറയാവോ? പേരറിയില്ലേ? പേരക്കാന്ന് വിളിക്കട്ടെ. കുഞ്ഞുവാവ അശ്വിക്. ഓ, അശ്വിക്കിന് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടാന്നാ പറഞ്ഞത്. അച്ഛച്ചന്റെ അടുത്ത് വരുമ്പോ ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുവോ? അതെയോ? നടക്കുന്നൊക്കെ എടുക്കും. വീടൊക്കെ അവർക്ക് അറിയാം. നീ വന്നാ മതി കൂടെ. ആ